ബോഡി മാനേജ്മെന്റ്. റിലാക്സ്ഡ് പോസിൽ നിൽക്കുക. സാധാരണഗതിയിൽ ശ്വസിക്കുക. ഇടുപ്പിൽ കൈകൾ വെച്ചുകൊണ്ട് കാലുകൾ അല്പം അകത്തി വയ്ക്കുക. ഇപ്പോൾ കഴുത്ത് മുകളിലോട്ട് ഉയർത്തിയിട്ട് പിന്നീട് സാവധാനം കുനിയുക. കുറഞ്ഞത് 3 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ കഴുത്തു വലത്തോട്ട് തിരിക്കുക. ഇനി ഇടത്തോട്ട്. ഇനി നമുക്ക് 2 വശങ്ങളിലേക്കും തോളുകൾ ചലിപ്പിക്കാം. തോളുകൾ മെല്ലെ ഉയർത്തി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. സാവധാനം ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ശ്വസിക്കണം. ഇപ്പോൾ തോളുകൾ അയവുള്ളതാക്കുക. തോളുകൾ പൂർണ്ണമായും മുകളിലോട്ട് ഉയർത്തി പിന്നീട് താഴോട്ട് റിലീസ് ചെയ്യുക. ജെർക്ക് കൊടുക്കാതെ ഈസി ആയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ കൈകൾ തോളുകളിന്മേൽ വെച്ച് കൈമുട്ടുകൾ 2 വശങ്ങളിലേക്കും റൊട്ടേറ്റ് ചെയ്യുക. ഇനി കൈകൾ മുൻപോട്ട് ഉയർത്തുക. വിരലുകൾ സ്ട്രെച്ച് ചെയ്ത് കൈകൾ മുഷ്ടി ചുരുട്ടുന്നതുപോലെ ഇറുക്കി പിടിക്കുക. ഇപ്പോൾ മണിബന്ധം മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുക. അതേപോലെ മണിബന്ധം 2 വശങ്ങളിലേക്കും റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് മണിബന്ധം ഉള്ളിലേക്കും പുറത്തേക്കും കറക്കാം. കൈമുട്ടുകൾ മടക്കി തോളുകൾ വരെ കൊണ്ടുപോയി വീണ്ടും അവയെ നേരെ കൊണ്ടുവരിക. അതായത് ഡംബൽസ് ചെയ്യുന്നത് പോലെ. ഇപ്പോൾ വീണ്ടും കൈകൾ ഇടുപ്പിൽ വെച്ച് ഇടുപ്പ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസായും ആന്റി ക്ലോക്ക് വൈസായും.
ഇനി വീണ്ടും കൈകൾ ഇടുപ്പിൽ വെച്ച് ഡാൻസ് ചെയ്യുന്നത് പോലെ ഇടുപ്പ് 2 വശത്തേക്കും ചലിപ്പിക്കുക. ഇനി നമുക്ക് ഇടുപ്പും അരക്കെട്ടും ചലിപ്പിക്കാം. ഇതും ഡാൻസ് ചെയ്യുന്നത് പോലെ തന്നെ. ഇപ്പോൾ നമുക്ക് ട്വിസ്റ്റ് ഡാൻസ് കളിക്കാം. നിങ്ങളുടെ വ്യായാമം ആസ്വദിക്കൂ. സാധാരണഗതിയിൽ ശ്വസിക്കണം. ചിരി വന്നാൽ അടക്കി പിടിക്കേണ്ട. ചിരിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അടുത്തതായി മുട്ടുകൾ മടക്കി കൈപ്പത്തികൾ മുട്ടുകളിന്മേൽ വയ്ക്കുക. 2 വശങ്ങളിലേക്കും മുട്ടുകൾ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ. ശരി. ഇപ്പോൾ നിവർന്നു നിന്ന് കാലുകൾ മുന്നിലേക്ക് നീട്ടി കൈകൾ കൊണ്ട് തൊടാൻ ശ്രമിക്കുക. ഓരോന്നായി ചെയ്യണം. ബാലൻസ് നഷ്ടപ്പെടരുത്. നിങ്ങളാൽ ആവുന്നത്ര മാത്രം ചെയ്താൽ മതി. ഇതേ വ്യായാമം തന്നെ 2 വശങ്ങളിലേക്കും ആവർത്തിക്കുക. ഇത് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്, എങ്കിലും നല്ല രസകരമായിരിക്കും. പ്രാക്ടീസ് ചെയ്താൽ നന്നായി ചെയ്യാൻ സാധിക്കും. ശരി. ഇപ്പോൾ കാൽമുട്ടുകൾ ഉദരഭാഗത്തേക്ക് കൊണ്ടുവരിക. ഓരോ കാലും മാറി മാറി മടക്കണം. നിവർന്നു നിൽക്കുക. ഇപ്പോൾ കാൽമുട്ടുകൾ പിറകിലോട്ട് പൃഷ്ഠത്തിനടുത്ത് കൊണ്ടുപോവുക. ഓരോന്നായി 2 കാലുകളും മടക്കിക്കൊണ്ടുപോവുക. ഇനി നമുക്ക് റിലാക്സ് ചെയ്യാം. ശ്വാസം സാധാരണഗതിയിലാകുന്നതുവരെ വേറൊരു എക്സസൈസും ചെയ്യണ്ട.